കാത്തിരിക്കുകയാണ് ജനങ്ങൾ. നമുക്കൊരു മുഖ്യമന്ത്രി ഇല്ലാതെ 10 ദിവസമായി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ 10-ാം ഉദയം പോലെ ഒരു മുഖ്യമന്ത്രി ഇന്ന് ഉദിച്ചു വരുമോ? ആ ഉദിച്ചു വരുന്ന മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? വി.ഡി. സതീശൻ എന്നാണോ, രമേശ് ചെന്നിത്തല എന്നാണോ, അതോ കെ.സി. വേണുഗോപാൽ എന്നാണോ? എല്ലാവരും കാത്തിരിക്കുന്ന അതാണ്. അതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് കെ.സി. ക്യാമ്പിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം ആരാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ കെ.സി. വേണുഗോപാലിന്റെ വീടിന് മുന്നിൽ കൂട്ടം കൂടരുത് എന്നതാണ് നിർദ്ദേശം. അതായത് ആഘോഷമോ അനാവശ്യ പ്രതിഷേധമോ ഉണ്ടാകരുത് എന്നതാണ് ആ നിർദ്ദേശത്തിൽ പറയുന്നത്. ആലപ്പുഴയിൽ നിന്ന് എസ് ശ്യാംകുമാർ നമുക്കൊപ്പം എത്തുന്നു. ശ്യാംകുമാർ, നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ക്യാമ്പിലേക്ക് കെ.സി. വരുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? എന്താണ് ആലപ്പുഴയിൽ കിട്ടുന്ന വിവരങ്ങൾ? ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ ക്യാമ്പിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം പ്രവർത്തകർ അനാവശ്യമായ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ ഒന്നും സംഘടിപ്പിക്കരുത് എന്നുള്ളതാണ്. അത് കെ.സി. വേണുഗോപാലിന്റെ വീടിന്റെ പരിസരത്തേക്ക് പ്രവർത്തകർ കൂട്ടം കൂടരുത് എന്നുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ആലപ്പുഴയിൽ നിന്നുള്ള KPCCയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് A. ഷുക്കൂർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഒരു മുഖ്യമന്ത്രി ഇന്ന് ഉണ്ടാവുമോ? ഉറപ്പായിട്ടുണ്ടാവും, ഒരു സംശയം വേണ്ട. ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. കോൺഗ്രസ് ഹൈക്കമാൻഡ് വിവിധ തലത്തിലുള്ള ചർച്ചകൾ, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഒന്ന് നോക്കണേ. ഈ കെ.സി. വേണുഗോപാലിന്റെ ക്യാമ്പിൽ ഒരു നിർദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു, പ്രവർത്തകരൊന്നും അങ്ങനെ വന്ന് കൂടരുത്, അനാവശ്യ പ്രതിഷേധം ഉണ്ടാക്കരുത് എന്നുള്ളതൊക്കെ പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി ആലപ്പുഴയ്ക്ക് കിട്ടും? ഈ ആലപ്പുഴ ഒരു അദ്ദേഹത്തിന്റെ ക്യാമ്പുള്ളതാണ്. ഈ ഒരു എനിക്കറിയാൻ പാടില്ലാത്തതാണ്, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ എന്തായാലും ആര് മുഖ്യമന്ത്രി ആയാലും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഞാൻ KPCCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയാണ്. എനിക്കും എൻ്റെതായ അഭിപ്രായമുണ്ട്. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം, അതിന് എന്തെല്ലാം തരത്തിലാണ് ഒരു 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 ചർച്ച നടന്നത്. അല്ല, പക്ഷെ ജനങ്ങളും അടുത്തിരിക്കുകയാണ്. കാലതാമസമാണ്, ഭയങ്കര കാലതാമസമാണ്. എന്ത് കാലതാമസം എന്ന് പറയുന്നത്? നിയമാനുസൃതമായി 23-ാം തീയതിക്ക് മുമ്പായി സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും പല ഘട്ടങ്ങളിലും നീണ്ടുപോയിട്ടില്ലേ? പക്ഷെ ഇവിടെ എന്താ, മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തതുപോലെ, കോൺഗ്രസിനകത്തും പുറത്തും ഇല്ലാത്തതുപോലെ 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹമുണ്ട്, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി അഭിപ്രായങ്ങൾ വന്ന സാഹചര്യത്തിൽ അതിനൊരു സമന്വയം ഉണ്ടാക്കണ്ടേ? ഈ സമന്വയം ഉണ്ടാക്കുമ്പോഴത്തേക്കും 3 നേതാക്കളും വിട്ടുകൊടുക്കുന്നില്ല. അല്ല, അത് ഹൈക്കമാൻഡ് ആ സമന്വയത്തിന്റെ ഭാഗമായി ഏതെല്ലാം തരത്തിലുള്ള ചർച്ചകളാണ് നടന്നിട്ടുള്ളത്? CPM-ൽ അങ്ങനെ ഒന്ന് നടക്കുമോ? BJP-ൽ അങ്ങനെ ഒന്ന് നടക്കുമോ? കോൺഗ്രസിലല്ലാതെ മറ്റൊരിടത്തും നടന്നിട്ടില്ലല്ലോ. മറ്റ് ഏതെല്ലാം മുന്നണികളുടെ ഘടകകക്ഷികളുടെ എടുക്കാം, ഒരു പാർട്ടിയിലും ഇങ്ങനത്തെ ഒരു ചർച്ച നടന്നു കാണില്ല. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഇന്ന് കിട്ടും. കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകും, ഒരു നല്ല ഭരണമുണ്ടാകും. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഉണ്ടായതിന്റെ വ്യത്യസ്തമായ അനുഭവം ജനങ്ങൾക്കുണ്ടാകും. അതിന് പ്രാപ്തരായ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ കെൽപ്പുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതും മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനം ജനാധിപത്യപരമാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒന്നായി ഇവിടെ മാറുകയാണ്. ഈ പ്രവർത്തകർ റോഡിലിറങ്ങി പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. എന്തിനാ പ്രതിഷേധം? ആര് മുഖ്യമന്ത്രിയായി വന്നാലും കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്ന് സ്വീകരിക്കും. അത് മനസ്സിലാക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു KPCCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരു സംശയം വേണ്ട, ആര് മുഖ്യമന്ത്രി. A. ഷുക്കൂർ ആരെ മുഖ്യമന്ത്രി വരണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് പൊതുസമക്ഷം പറയേണ്ടതല്ല. അതെൻ്റെ പാർട്ടിയോടുള്ള കൂറും ആത്മാർത്ഥതയുടെയും പാർട്ടി അച്ചടക്കത്തിൻ്റെയും ഭാഗമാണ്. അത് ഞാൻ പറയില്ല, ഒരു കാരണവശാലും പറയില്ല. ഏതായാലും ആലപ്പുഴയിലെ നേതാക്കളെല്ലാം ഇതുപോലെ വീടുകളിലൊക്കെ തന്നെയാണ് ഉള്ളത്. ആരോടും ഇന്ന് കെ.സിയുടെ വീടിന് മുന്നിലേക്ക് ഒന്നും വരേണ്ട എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. A. ഷുക്കൂർ അടക്കം അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. ഏതായാലും പ്രവർത്തകർ ഉൾപ്പെടെ ഇനി വൈകുന്നേരത്തേക്ക് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതാണ് ആ തീരുമാനമാണ് അറിയേണ്ടത്. ശ്യാംകുമാർ, എന്തായാലും ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് കെ.സി. വേണുഗോപാൽ എത്തിയത് രാഹുൽ ഗാന്ധി അവിടേക്ക് വിളിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ നിന്ന് നേരെ ലോധി എസ്റ്റേറ്റിലെ 51-ാം നമ്പർ വസതിയിലേക്കാണോ കെ.സി. പോകുന്നത്. കേരളത്തിലേക്ക് ചാർട്ടർ ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റിൽ കെ.സി. ഒഴികെയുള്ള 4 പേരുടെ പേരാണ് കാണുന്നത് എന്ന വിവരമാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആരാണ് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി?